നമ്മളിപ്പോൾ എവിടെയുള്ളത് പറഞ്ഞാൽ ഉദിനൂർ വില്ലേജിലെ തടിയങ്കുവൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് തടിയങ്കുവൽ സ്കൂളിന് പരിസരത്ത് ഒരു വ്യത്യസ്തമായ രീതിയിലൊരു പച്ചക്കറി തോട്ടമാണ് ഇവിടെ കാണുന്നത്. പയറ് ചെടിയല്ലേ അല്ലേ? പയറല്ലേ? പയറ് ചെടിയാണ് ഇത്. പയറ് ചെടി ഈ രീതിയിൽ കൃഷി നടത്തിയ വ്യക്തിയാണ് ഇതാ നവജിത്ത് പുത്തൂക്കാരൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഹായ്, കയ്യിലൊരു കുട്ടിയുണ്ടല്ലോ, ഏച്ചിയുടെ മോളല്ലേ? ആ, ഇത് എന്താണ് നമ്മളെ ഈ നാട്ടിലൊന്നും സാധാരണ കണ്ടുവരാത്ത രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇത് കാണുന്നത്. സംഭവം എന്നത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ. എന്നാ സംഭവം ഇത്? നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് നടത്തുന്നത്. ഇതുണ്ട് കോഴിക്കോട് തോട്ടത്തിൽ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രദേശത്ത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയാണ് മൾച്ചിങ് ഷീറ്റ്. നമുക്ക് വേണ്ട ഒരു നമ്മൾ അധ്വാനം കുറക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മളെ വെള്ളയിക്കന്റെ പൈപ്പ് ഇതിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് വേണ്ട ചെടിക്ക് വേണ്ട എല്ലാ വളങ്ങളും ഇതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് തുള്ളി അതായത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയില്ല ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു പച്ചക്കറി കൃഷി അല്ലെങ്കിൽ മറ്റൊരു കൃഷിയിലേക്ക് കടക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഇതിന്റെ കള പറിക്കൽ, അതുപോലെ തന്നെ വെള്ളമൊഴിക്കുക. ഈ രണ്ട് സംഭവങ്ങളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. ആ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടി തന്നെയാണ് ഈ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുള്ള ഒരു കൃഷി. ഇതിലേക്ക് ഒരു കളയൊന്നും അങ്ങനെ വരില്ല. നമ്മൾ ഇട്ട വളമെല്ലാം ഉണ്ടാവും ഈ ചെടിക്ക്, പയർ ചെടിക്ക് ലഭിക്കും. നല്ലൊരു നമ്മുടെ അധ്വാനം കുറയുകയും ചെയ്യും. നല്ലൊരു വിളവ് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഇതിനെ കുറിച്ചിട്ട് ക്ലാസ്സുകളും അങ്ങനത്തെ എന്തെങ്കിലും അവിടെ കോഴിക്കോട് ഗവേഷണ തന്നിനോ അല്ല നമ്മൾ നോക്കി സ്വയം പഠിച്ച കൃഷിഭവനായിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂട്യൂബ് നമുക്ക് എല്ലാ കാര്യങ്ങളും മൊബൈൽ നോക്കി നമുക്ക് എല്ലാ സംശയങ്ങളും നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി പറ്റും. യൂട്യൂബ് നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് നമ്മൾ യൂട്യൂബിനെയാണ്. ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ബന്ധത്തിലുള്ള എല്ലാ നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിച്ചു, നമ്മൾ തന്നെ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ കൃഷിയുടെ ഏറ്റവും കൂടുതൽ മേന്മ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഈ സാധനങ്ങൾ വാങ്ങാനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കി, നമ്മൾ തന്നെ ചെയ്തിട്ട് നമ്മൾ തന്നെ പന്തലിട്ടു. അതായത് നമ്മളെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഏട്ടൻ്റെ ഫ്രണ്ട്സ് ആയാലും ഇതാക്കുന്നു. അവർ തന്നെ വൈകുന്നേരം വരുന്നു, ഇതിനൊക്കെ സഹായിക്കുന്നു. അതുകൊണ്ട് പുറത്തുനിന്ന് മറ്റു കൂലിക്ക് വേറൊരാൾ നമ്മൾ ആശ്രയിച്ചില്ല. അതുതന്നെയാണ് നമ്മുടെ ഈ കൃഷി വിജയിക്കാനുള്ള ഒരു കാരണം എന്ന് പറയാൻ. നമുക്ക് ഏറ്റവും കൂടുതൽ മറ്റ് ജോലിക്കാരെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാൾക്കാരെ വെച്ചിട്ട് കൃഷി ചെയ്യുമ്പോൾ കൂടുതൽ അവർക്ക് വേണ്ടുന്ന പൈസ ഒരു 500 അല്ലെങ്കിൽ 800 രൂപ നമുക്ക് ഒരു ദിവസം കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നമുക്ക് ഒരു തവണ വരാൻ വേണ്ടി പറഞ്ഞാൽ തന്നെ അവർക്ക് ഒരു 1500 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം ആ പൈസ എല്ലാം ലാഭം, അതൊക്കെയാണ് ഇതിന്റെ ലാഭം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലാഭം പൈസയിൽ മാത്രമല്ല ലാഭം നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഒരു മനസ്സന്തോഷം. ഇപ്പോൾ ലാഭം എന്ന് പറയുന്നത് പൈസ മാത്രമാണ്. പിന്നെ ഇത്തരത്തിലൊരു കൃഷി നടത്തുമ്പോൾ നമ്മൾ പണം അതൊരു ലാഭമാണ്, അത് നമുക്ക് സന്തോഷമാണ്. അതിലുപരി നമ്മളെല്ലാ കൂട്ടുകാരും ഒന്നിച്ച് നമ്മൾ സഹകരിക്കുമ്പോൾ, അതുപോലെ തന്നെ ഈ പയറൊക്കെ എന്നാണ് മുളച്ച് വന്ന് ഇത്തരത്തിൽ ചെടിയായി ഇത് പൂവിടുന്നു, പൂ വന്നിട്ടൊരു കായ് വരുന്നു, ആ കായ് പറിക്കുന്നു, അതൊരു മനസ്സന്തോഷം. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇതിലൂടെ നടന്നു പോകുന്നു, ഇതിനു വേണ്ട പരിചരണം നൽകുന്നു. അപ്പോൾ ഈ റോട്ടിലൂടെ പോകുന്ന പല ആൾക്കാരും നോക്കുന്നു. അപ്പം പല ആൾക്കാരും നിർത്തിയിട്ട് ചോദിക്കുന്നു എന്താണ് സംഭവം, ഇതെങ്ങനെയാണ് ഇതിൽ വെളുപ്പത്തിൽ ആൾക്കാർ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. അപ്പം ചോദിക്കുന്നത് ഇതിലെങ്ങനെ വളം ഇടുന്നു ചോദിക്കുന്നു, അപ്പം എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത് ചോദിക്കുന്നു. പല സംശയങ്ങൾ പല ആൾക്കാർക്കുണ്ട്. അതൊക്കെ എന്താക്കുന്നത് നമ്മൾ അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊരു സന്തോഷം. അപ്പം നമ്മൾ ഈ ലാഭം എന്ന് പറയുന്നത് പണം മാത്രമല്ല, ഇതിനുള്ള സന്തോഷം കൂടി നമ്മൾ ലാഭമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. അപ്പം കൃഷി ചിലപ്പം ലാഭമാവാം, ചിലപ്പോൾ നഷ്ടമാവാം. അപ്പോൾ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയതാണ്. ഇത് ഇത്ര വരെ സക്സസ് ആണ്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പയർ ചെടി വളർന്നു വന്നിട്ട് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഒരാഴ്ചക്കുള്ളിൽ ഒരു കായ് വരും. പിന്നെ അങ്ങനെ ഇതൊരു വിജയമാവട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇനി വിജയിച്ചാൽ, ഇത് നല്ലൊരു സക്സസ് ആയാൽ നമ്മളിനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക്, കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ നമ്മൾ കൂടുതൽ പറയുമ്പോൾ അപ്പുറം സൈഡിൽ ചെടി ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പുറം നമ്മൾ നടത്തിയത് വെണ്ട രീതിയിലാണ്. അതായത് ഇത്ര നട്ടാൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വർഷം മുഴുവൻ വെണ്ട കൃഷിക്ക് വർഷം മുഴുവൻ നമുക്ക് വേണ്ടുന്ന വിളവെടുപ്പ് നടത്താൻ വേണ്ടി സാധിക്കും എന്നാണ് നമ്മളെ ആഗ്രഹം. അത്തരത്തിലാണ് നമ്മൾ അതിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഒരു വർഷം മുഴുവൻ നമുക്ക് ഈ പയർ ചെടി ഇതിൻ്റെ ഒരു വിളവ് നമ്മൾ നട്ടത് 60 സെൻറ്റിമീറ്റർ, ഒരു മുരടിൽ നിന്നും മറ്റൊരു മുരടിലേക്കുള്ള ഒരു 60 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ഈ പയർ ചെടി നട്ടിട്ടുള്ളത്. നമ്മൾ പ്രോട്രയിൽ വിത്ത് പാകി മുളപ്പിച്ചൊരു തൈയായിട്ട് ഇതിലേക്ക് നട്ടതാണ്. ഇനിയിപ്പം ഇത് പിടിച്ച് കഴിഞ്ഞ്
ഒരു അതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞ് ഒരു 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 അവസാന എൻഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഈ 60 സെൻറ്റിമീറ്ററിൻ്റെ നടുക്കലായിട്ട് നമ്മൾ അടുത്ത പയർ ചെടി നടാനുള്ള ഒരു ഇതുകൊണ്ട് ടെക്നിക്കും കൂടിയുണ്ട്. അന്നേരം ഈ ചെടി വളർന്ന് ഇതാവുന്ന സമയം കൊണ്ട് ഈ പയർ ചെടീൻ്റെ കാലം വയസ്സാകുമ്പോൾ ഇതിൻ്റെ ഈൽഡ് നമുക്ക് കിട്ടാണ്ട് വരുമ്പോൾ ആ ചെടി വളർന്നു വരികയും അതിൽ നിന്നുള്ള എന്താക്കുന്നു ഉൽപാദനം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തുടർച്ചയായിട്ടുള്ളൊരു വരുമാനം അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ളൊരു കൃഷി നമുക്ക് പയർ കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത്തരത്തിലാണ് നമ്മൾ അതിന് വേണ്ടി അത്തരത്തിലുള്ള സെറ്റിങ്സ് ആണ് നമ്മൾ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറുപ്പക്കാർ ഇനിയും ഈ കൃഷിയിലേക്ക് കടന്നു വരാനുള്ള ഒരു പ്രചോദനമായി തീരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.